കാത്തിരിപ്പുകൾക്ക് അവസാനമാവുകയാണ്. കർണാടകയിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് നടന്നെടുക്കുകയാണ് DK ശിവകുമാർ എന്ന രാഷ്ട്രീയ അധികായൻ. കർണാടകയിൽ BJP കോൺഗ്രസ് തൂത്തെറിഞ്ഞപ്പോൾ അതിന് നെടുനായകത്വം വഹിച്ച DK ശിവകുമാർ ആയിരുന്നു. ആ DK മുഖ്യമന്ത്രി പദവിയിൽ എത്താൻ കാത്തിരിക്കുകയാണ് അണികൾ. ആ കാത്തിരിപ്പുകൾക്ക് കൂടിയാണ് അന്ത്യമാകുന്നത്. DK മുഖ്യമന്ത്രിയാകുമെന്ന് ഇക്കുറി ഉറപ്പിക്കാം. കാരണം ആ ഉറപ്പ് നൽകുന്നത് നിലവിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയാണ്. ഈ വർഷം അവസാനത്തോടെ മുഖ്യമന്ത്രി പദം DK ശിവകുമാറിന് കൈമാറുമെന്നാണ് സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. 2023 മെയ്യിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി ഇരു നേതാക്കളും അവകാശവാദം ഉന്നയിച്ചിരുന്നു. തുടർന്ന് 2.5 വർഷം വീതം പദവി പങ്കിടുക എന്ന ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പദം പങ്കുവെക്കാൻ ധാരണ ഇല്ല എന്നാണ് അടുത്ത കാലം വരെ സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത്. നേരത്തെ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അധികാര കൈമാറ്റം സംബന്ധിച്ച കോൺഗ്രസ് നേതൃത്വവുമായി ധാരണയുണ്ടെന്നും തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു. അത് വിവാദമായതോടെ സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണെന്നറിയിച്ച ശിവകുമാർ തന്നെ രംഗം ശാന്തമാക്കുകയായിരുന്നു. അതിനിടെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയും മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ശിവകുമാറിന്റെയും സതീഷിന്റെയും അനുകൂലികൾ അതുമായി ബന്ധപ്പെട്ട വിവിധ ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളും നടത്തിയത് വിവാദമായിരുന്നു. എന്തായാലും അധികാരം ഇനി DKയുടെ കൈകളിൽ എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 7 തവണ നിയമസഭാ അംഗമായ DK 4 തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗദല്ലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ അഥവാ DKS എന്നറിയപ്പെടുന്ന DK ശിവകുമാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ നിയമസഭാ അംഗം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്വത്ത് വിവരം അനുസരിച്ച് ഏകദേശം 840 കോടി രൂപയുടെ ആസ്തിയാണ് ശിവകുമാറിന് ഉള്ളത്. കർണാടകയിലെ മൈസൂർ താലൂക്കിലെ കനകപുരിയിലെ ഒരു വക്കലിംഗ കുടുംബത്തിൽ കെമ്പഗൌഡയുടെയും ഗൗരമ്മയുടെയും മകനായിട്ട് 1962 മെയ് 15-നാണ് ശിവകുമാർ ജനിക്കുന്നത്. 1985 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്തന്നൂരിൽ HD ദേവഗൌഡയ്ക്കെതിരെ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 89 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്തന്നൂരിൽ നിന്നും ആദ്യമായി നിയമസഭാ അംഗമായ ശിവകുമാർ പിന്നീട് 2004 വരെ സത്തന്നൂരിനെ പ്രതിനിധീകരിച്ചു. 2008 മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് കനകപുരിയിലേക്ക് മാറിയ ശിവകുമാർ 2008, 2013, 2018 എന്നീ വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനകപുരിയിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ ഉന്നത കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് DK ശിവകുമാറിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത്.